ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് അവർ നിർണായക ചോദ്യം ചോദിക്കുന്നുണ്ട്. എടി സത്യം പറയടി, നീ കല്യാണത്തിന് മുൻപാണോ അതോ കല്യാണത്തിന് ശേഷമാണോ പ്രഗ്നന്റ് ആയത് എന്ന് ചോദിക്കും. ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രുതി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്തു മറുപടി പോലും പറയണമെന്നറിയാതെ അവൾ വല്ലാതെ വിയർക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, എന്താ ശ്രുതി ഇതൊക്കെ ഈ കേൾക്കുന്നത്? നീ പ്രഗ്നന്റ് ആയിരുന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം ചന്ദ്രമതി വീണ്ടും ഇടയ്ക്ക് കയറി പറയാണ്, എടി നീ ഒന്ന് സത്യം പറയടി. ശ്രുതി, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാതെ സത്യം എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി അങ്ങ് പൊട്ടിക്കരയാണ്. ശ്രുതി വീണ്ടും നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ അവസാനം അവൾ ആ പച്ചക്കള്ളം അങ്ങോട്ടേക്ക് പറഞ്ഞു. അതേ ശ്രുതി, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഇത് കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ആകെ ഷോക്കായി പോയി. ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഗർഭിണിയായത് എന്ന് പറയാണ് ശ്രുതി. അന്ന് അച്ഛൻ ജയിലിൽ പോയതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആകെ തകർന്നു പോയി. ആ വിഷമത്തിൽ എനിക്കുണ്ടായ ആ ഒരു സ്ട്രെസ് കാരണം നമ്മുടെ ആദ്യത്തെ കുഞ്ഞങ്ങ് അബോഷനായി പോയി എന്ന് പറയാണ് ശ്രുതി. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിയും ശ്രുതിയും ആകെ സങ്കടത്തിലായി. ആ കുടുംബത്തിന്റെ ആദ്യത്തെ കൺമണി നഷ്ടപ്പെട്ടത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഇതൊക്കെ ശ്രുതിയുടെ ഒരു അടവാണെന്ന് രേവതിക്കും സച്ചിക്കും അപ്പം തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. രേവതി ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും വെളിപ്പെടുത്തിയത് ചന്ദ്രമതിയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എടി നിനക്ക് നാണമുണ്ടോടി രേവതി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കാൻ എന്ന് ചന്ദ്രമതി ചോദിക്കും. എന്നാൽ രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്യാണ്. സത്യമായ കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് രവീന്ദ്രൻ ചോദിക്കുന്നത്. രേവതിക്ക് ശ്രുതിയുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അവൾ സച്ചിയോട് പറയുന്നത്, സച്ചിയേട്ടാ എനിക്കിതിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ശ്രുതിയുടെ മുഖം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അവൾ പറഞ്ഞതെല്ലാം തന്നെ പച്ച കള്ളമായിരുന്നു എന്ന്. സച്ചിയും പറയുന്നുണ്ട്, അവൾ കല്യാണത്തിന് മുൻപേ തന്നെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൾ പ്രസവിച്ച് ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അമ്മയുടെ മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ നല്ലൊരു പച്ച കള്ളമങ്ങ് വെച്ച് കാച്ചിയതായിരിക്കുമെന്ന് സച്ചിയും പറയും. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവൾ പറഞ്ഞത് കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, തെറ്റില്ലെന്ന് പോലും ഒന്ന് ആലോചിച്ചു നോക്കിയേ രവിയേട്ടാ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് ശ്രുതിയോട് ചോദിക്കല്ലേ ചെയ്യേണ്ടത്? അതിനു പകരം കുടുംബത്തിൽ എല്ലാവരോടും പറഞ്ഞ് വലിയ പ്രശ്നമാക്കി അന്താരാഷ്ട്ര പ്രശ്നമാക്കുകയാണോ വേണ്ടത്? അന്നേരം ശ്രുതി ഒന്നും അറിയാത്തതുപോലെ തന്നെ രേവതിയോട് ചോദിച്ചു, രേവതി ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നിനക്കങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. എല്ലാവരും കൂടി എന്നെ കുറ്റക്കാരിയാക്കിയില്ലേ? രേവതി പറഞ്ഞു, ശ്രുതി ഞാൻ അങ്ങനെയൊന്നും ഓർത്തു പറഞ്ഞതല്ല. വേണ്ട രേവതി, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഏതായാലും നീ ഇത്ര തരം താഴാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ ഒരു താക്കീത് പോലെ പറയാണ് ശ്രുതി. ശ്രുതി അന്നേരം ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ ഇത് എന്ത് വിചാരിച്ച സച്ചി? നിന്നെക്കുറിച്ചോ നിന്റെ ഭാര്യയെക്കുറിച്ചോ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞങ്ങളെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇനി മേലാൽ എന്നെക്കുറിച്ചോ എൻ്റെ ഭർത്താവിനെ കുറിച്ചോ ഇങ്ങനെയൊന്നും പറഞ്ഞു നടന്നാലുണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ശ്രുതി. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ആക്രോശിച്ചു. സച്ചി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇല്ലാത്തതൊന്നും എൻ്റെ ഭാര്യ പറഞ്ഞു നടന്നില്ലല്ലോ. രവീന്ദ്രനും അത് ശരിവെച്ചു. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവളാണോ സ്നേഹത്തോടെ പറയുന്നത്? ഇവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോന്നും പറയുന്നതാ. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പരത്തിയാൽ ഈ വീടിന് ഇവളുടെ സ്ഥാനം അങ്ങ് വെളിയിലായിരിക്കും. ശ്രുതി രേവതിയോട് പറയുന്നുണ്ട്, മേലാൽ എൻ്റെ കാര്യത്തിലോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലോ നീ ഇനി ഇടപെടാൻ വരരുത് എന്ന്. രേവതിക്ക് ശ്രുതിയുടെ വാക്ക് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. അവൾ അടുക്കളയിലേക്ക് പോയി. സച്ചി വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എല്ലാ കുറ്റവും ഇപ്പോൾ എൻ്റെ തലയിലായില്ലേ? എനിക്കല്ലെങ്കിലും ഇത് തന്നെ വേണം. ശ്രുതി വീണ്ടും ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോയി സങ്കടം പറഞ്ഞ് അഭിനയിക്കാണ്. ആൻറ്റി എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു. ചന്ദ്രമതി പറയുന്നുണ്ട്, സാരമില്ല മോളെ, പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നീ ഇനി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ശ്രുതി പറയുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ടൊന്നും കാര്യമില്ല അമ്മേ. മനസ്സിന് ഇത്തിരി ഒന്നും സന്തോഷം കിട്ടുന്നില്ല. മനസ്സിന് സന്തോഷമല്ലേ വേണ്ടത്? ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ മോളെ ഇങ്ങനെ പെട്ടെന്ന് തോന്നാൻ? ശ്രുതി പറഞ്ഞു, രേവതി തന്നെ കണ്ടില്ലേ, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവൾ പറഞ്ഞു നടക്കുന്നത്. മറ്റുള്ളവരൊക്കെ എന്നെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും? എനിക്ക് സങ്കടം വരികയാണ്. നമുക്ക് ഈ വീടങ്ങ് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാനെന്ന് പറയും. അത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി ആകെ ഞെട്ടിപ്പോയി. എന്താ മോളെ നീ പറഞ്ഞത്? വീട് മാറാനോ? അതെ ആൻറ്റി, ഞാനും സുധിയും വേറെ വീടെടുത്ത് മാറി താമസിച്ചോളാം. ചന്ദ്രമതി പറയുന്നത്, ഏയ് അതൊന്നും വേണ്ട മോളെ, മോളെ ഞാൻ വിടില്ല.
ഞാൻ മരുമകളായിട്ടല്ല മോളെ, ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. നീ ഒരിടത്തേക്കും പോവണ്ട. അന്നേരം ശ്രുതി പറയുന്നുണ്ട്. എന്നാലും രേവതി പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, അവളുടെ നാവൊക്കെ ഞാൻ അടക്കി വെച്ചോളാം, അതൊന്നും ഓർത്തുകൊണ്ട് എൻ്റെ മോള് വിഷമിക്കേണ്ട. ശ്രുതി പിന്നെ നേരെ ബെഡ്റൂമിലേക്ക് വന്നിരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ എന്തെങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്നോട് ചോദിച്ചത് കേട്ടില്ലേ സുധി, എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം ശ്രുതി പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ശ്രുതി, ഞാൻ ഏതായാലും ഒരു അച്ഛനായല്ലോ, അത് തെളിയിച്ചല്ലോ, എനിക്കത് മതി. ശ്രുതി ശ്രുതിയെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതി പ്രഗ്നന്റ് ആയത് എന്നറിഞ്ഞതോടുകൂടി തന്നെ ശ്രുതിക്കത് വല്ലാത്ത സന്തോഷമായിരിക്കും. താൻ പോലും അറിയാതെ താൻ ശ്രുതിക്കൊരു കുഞ്ഞിനെ കൊടുത്തല്ലോ എന്ന സന്തോഷത്തിലാണ് ശ്രുതി. അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരം താൽക്കാലികമായി എല്ലാവരും തന്നെ വിശ്വസിച്ചുവെങ്കിലും രേവതിയുടെ ഉള്ളിലെ സംശയം ഒരല്പം പോലും മാറിയിട്ടില്ല. രേവതിക്കും സച്ചിക്കും ശ്രുതിയുടെ കാര്യത്തിൽ നല്ല സംശയമായിരിക്കും. ഈ ഒരു പ്രശ്നമുണ്ടായതോടുകൂടി തന്നെ ശ്രുതിയും സുധിയും പുതിയ വീട് മാറിപ്പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് രേവതിയിൽ കൂടുതൽ സംശയമുണ്ടാക്കുന്നു. ശ്രുതി എന്തിനോ വേണ്ടി ഭയപ്പെടുന്നുണ്ടെന്നും ആ വീട്ടിൽ നിന്നാൽ തന്റെ കള്ളത്തരം എന്നാണെങ്കിലും പൊളിയുമെന്നും അവൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്നും രേവതി സച്ചിയോട് പറഞ്ഞു. സച്ചിയേട്ട, ആ മുഖത്തെ പേടി കണ്ടില്ലേ? അതൊരിക്കലും ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ സങ്കടമല്ല, മറിച്ച് എന്തെങ്കിലും ഒരു കള്ളത്തരം പിടിക്കപ്പെടുമോ എന്ന കുറ്റവാളിയുടെ ഭയമാണ്. രേവതിയുടെ ഈ വാക്കുകൾ സച്ചിയെയും ചിന്തിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ രേവതി രഹസ്യമായി ശ്രുതിയുടെ ചികിത്സ തേടി എന്ന് പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താണ്. അവിടെയുള്ള പഴയ റെക്കോർഡുകൾ പരിശോധിക്കാൻ അവൾ അവിടെയുള്ള ക്ലർക്കിന്റെ സഹായം തേടി. എന്നാൽ ശ്രുതി പറഞ്ഞ ആ ഒരു അബോർഷൻ കേസ് അവിടെ ഒരിടത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് രേവതി കണ്ടെത്തി. ആ സത്യം രേവതിയെ ഞെട്ടിച്ചു. ശ്രുതി ഇത്രയും വലിയൊരു ചതിയാണ് കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് എന്ന് രേവതിക്ക് അന്നേരം ഉറപ്പായിരുന്നു. അതേസമയം വീട്ടിലാണെങ്കിൽ ചന്ദ്രമതി അമ്മ ശ്രുതിക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണവും കരുതലുമായി നടക്കുകയാണ്. ശ്രുതിയോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരിക്കും ചന്ദ്രമതിക്ക്. കാരണം ഒരു പ്രാവശ്യം ശ്രുതിയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതാണല്ലോ എന്ന സ്നേഹം. എൻ്റെ മോൾക്ക് ഇനി ഇവിടെ ഒരു സങ്കടവും ഉണ്ടാകാൻ പാടില്ല. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെ നീയാണ് മോളെ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ അങ്ങ് ചിരിക്കുകയാണ്. തൻ്റെ കള്ളത്തരം ആരും പിടിക്കപ്പെടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ശ്രുതി. പിന്നെ സന്ധ്യാനേരത്ത് രേവതി വീട്ടിലേക്ക് തിരിച്ചെത്തി. എല്ലാവരും ഹാളിലിരിക്കുന്ന സമയം നോക്കി രേവതി ഒരു ബോംബങ്ങ് പൊട്ടിക്കാണ്. ശ്രുതി, നീ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ ഇന്ന് ഞാൻ പോയിരുന്നു, പക്ഷേ അവിടെ നിന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ലല്ലോ. രേവതിയുടെ ചോദ്യം കേട്ട് ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് അങ്ങ് താഴേക്ക് വീണുടഞ്ഞു. ശ്രുതിയും ചന്ദ്രമതിയും അന്നേരം രേവതിയെ ദേഷ്യത്തോട് നോക്കി. നീ എന്തിനാണ് വീണ്ടും അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ രേവതി ഹോസ്പിറ്റൽ റിപ്പോർട്ടെല്ലാം തന്നെ അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്തു. മേശപ്പുറത്ത് വെക്കുന്നതോടുകൂടി തന്നെ ശ്രുതി അത് എടുത്തു വായിക്കുമ്പോൾ ശ്രുതി ആകങ്ങനെ വിളറി വെളുത്ത് നിൽക്കാണേ. എന്നാൽ ശ്രുതി പെട്ടെന്ന് തന്നെ തന്റെ അടുത്ത അടവങ്ങ് പുറത്തെടുത്തു. അവൾ നെഞ്ചു തടവി താഴെയിരുന്നു. ബോധം പോകുന്നത് പോലെ അങ്ങ് അഭിനയിക്കാൻ തുടങ്ങി. ശ്രുതി ആകെ പരിഭ്രാന്തനായി അവളെ അങ്ങ് താങ്ങി പിടിക്കാൻ വന്നു. മതി രേവതി, നിന്റെ ഈ സംശയം കാരണം ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ആയിരിക്കും ഇതിന് ഉത്തരവാദിയെന്ന് ശ്രുതി രേവതിക്ക് നേരെ അങ്ങ് ആക്രോശിച്ചു. സത്യം തെളിയിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും താൻ കുറ്റക്കാരിയാകുന്നത് കണ്ട് രേവതി നിസ്സഹായയായി നോക്കി നിൽക്കാണ്. എന്നാൽ ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ഒരു ചെറിയ മരുന്നിന്റെ കുപ്പി താഴേക്ക് വീഴുന്നു. അത് പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത മരുന്നാണ് എന്ന സത്യം രേവതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രുതി എന്തുകൊണ്ടാണ് ഇതും പിടിച്ചു നടക്കുന്നത് എന്നറിയാതെ ആകെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നാളെ വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.